ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനാണ് റിലയൻസ് ചെയർമാനായ മുകേഷ് അംബാനി. ടെലികോം, പെട്രോകെമിക്കൽസ്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഊർജം, ഫാഷൻ, മാധ്യമം തുടങ്ങി നിരവധി മേഖലകളിൽ വ്യാപാരം വ്യാപിപ്പിച്ചിട്ടുള്ള അംബാനി കുടുംബത്തിന് ഒരു സ്കൂളും സ്വന്തമായിട്ടുണ്ട്. അംബാനി കുടുംബത്തിന്റെ സ്കൂളായ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ മുംബൈയിലാണ് പ്രവർത്തിക്കുന്നത്. മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയാണ് സ്കൂളിന്റെ ചെയർപേഴ്സൺ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണിത്. മുകേഷ് അംബാനിയുടെ പേരക്കുട്ടികളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. മകളായ ഇഷ അംബാനിയുടെ ഇരട്ടക്കുട്ടികളാണ് ആദിയയും കൃഷ്ണയും. ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ തന്നെ കിൻഡർ ഗാർഡൻ സ്കൂളായ വെസ്റ്റ് വിൻഡ് സ്കൂളിലാണ് ആദിയയും കൃഷ്ണയും പഠിക്കുന്നത്. 1947 5 സ്ത്രീകൾ ചേർന്ന് സ്ഥാപിച്ച ഈ സ്കൂളിലെ പ്രവേശന ഫീസ് 12,000 രൂപയാണ്. കൂടാതെ 5,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് പിന്നീട് തിരികെ ലഭിക്കുന്നതാണ്. ഫോമും രജിസ്ട്രേഷൻ ഫീസും മാത്രമായി 1000 രൂപയും ഈടാക്കും. ഈ പണം തിരികെ ലഭിക്കില്ല. പ്രതിമാസം 3,500 രൂപയാണ് ട്യൂഷൻ ഫീസ്. അതായത് പ്രതിവർഷം 42,000 രൂപ. ഇതിന് പുറമെയാണ് വാർഷിക ചാർജുകൾ. കൂടാതെ യൂണിഫോം, മറ്റു പരിപാടികൾ തുടങ്ങിയവയ്ക്കും പ്രത്യേകം ഫീസുകളുണ്ട്. ആകെ ഒരു കുട്ടിക്ക് 2.5 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ഫീസ് വരുന്നത്. 2 കുട്ടികളെ ഒരുമിച്ച് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് 10% വരെ കിഴിവ് ലഭിക്കും. അതുപോലെ ഒരു വർഷത്തെ ഫീസ് ഒന്നിച്ച് മുഴുവനായി അടയ്ക്കുകയാണെങ്കിൽ 5% ഇളവും ലഭിക്കും. 2018 ഡിസംബർ മാസത്തിലാണ് മുകേഷ് അംബാനിയുടെ മകൾ ഇഷ വിവാഹിതയായത്. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ പിരാമൽ റിയാലിറ്റിയുടെ സ്ഥാപകനും അക്ഷയ് പിരാമലിന്റെ മകനുമായ ആനന്ദ് പിരാമലാണ് ഭർത്താവ്. 2022 നവംബറിലാണ് ഇവർക്ക് ആദിയ, കൃഷ്ണ എന്നീ ഇരട്ടക്കുട്ടികൾ ജനിച്ചത്. അതേസമയം അമേരിക്കയിലെ ലേമാൻ ബ്രദേഴ്സ് ബാങ്കിന്റെ തകർച്ചയെ തുടർന്ന് സാമ്പത്തിക മാന്ദ്യം ലോകമാകെ ആഞ്ഞുവീശിയ 2008 ശതകോടീശ്വരനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനി 500 കോടി രൂപ ചെലവിട്ട് ഒരു വൻകിട കമ്പനിയുടെ 4.9% ഓഹരികൾ വാങ്ങിയത്. വർഷങ്ങൾക്കിപ്പുറം ആ ഓഹരികൾ മുഴുവനായും വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അംബാനി. വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം 10,000 കോടിയാണ്. 500 കോടിക്ക് വാങ്ങിയ ഓഹരി 10,500 കോടി രൂപയ്ക്ക് വിൽക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 10,000 കോടി ലാഭം. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ലിമിറ്റഡ് കമ്പനികളിലൊന്നായ ഏഷ്യൻ പെയിന്റ് ആണ് ആ ഓഹരി. 2008 റിലയൻസിന്റെ ഉപകമ്പനിയായ ഓജസ്സി ട്രേഡിംഗ് വഴിയായിരുന്നു 4.9 ഓഹരികൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തത്. ബ്ലോക്ക് ഡീലിലൂടെയാകും ഏഷ്യൻ പെയിന്റ്സ് ഓഹരികൾ റിലയൻസ് വിറ്റഴിച്ചേക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം റിലയൻസ് ഇനിയും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.